അങ്ങനെ അറ്റ് ലാസ്റ്റ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇതിന് തൊട്ട് മുമ്പിട്ട ഷോർട്സ് നിങ്ങൾ കാണാൻ മറക്കല്ലേ. ടീച്ചർ നമ്മൾ വഴിയെ പോയതാണ്, നമ്മളെ വിളിച്ച് പങ്കൻ്റെ ഒപ്പം ക്ലാസ്സിലിരിക്കാൻ പറഞ്ഞ് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അംഗൻവാടിയിലെ പിള്ളേരൊക്കെ ക്യാമറ കണ്ടപ്പോഴേക്ക് അയ്യോ 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 എന്നുള്ള രീതിയിൽ പിള്ളേരൊക്കെ ബാക്കിലേക്ക് മേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മളിതേ ക്ലാസ് നടക്കുന്ന മുകളിലത്തെ നിലയിലായിരുന്നു. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീച്ചർ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ടീച്ചർക്ക് ഇപ്രാവശ്യം ഭയങ്കര സ്നേഹമാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് അംഗൻവാടിയിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിവിടെ ബോറടിച്ചിരിക്കാൻ ടീച്ചർ ഇനി ക്ലാസ് എടുക്കാൻ വേണ്ടി വരണം. അപ്പോൾ വേറൊരു ടീച്ചർ വന്നിട്ടാണ് നമുക്ക് ലൈഫ് സ്റ്റൈലിനെ പറ്റി ക്ലാസ് എടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വഴിയെ പോരാണ് നമ്മളെ പിടിച്ച് ക്ലാസ്സിൽ വിടുത്തി ഗൈസ്. എന്തായാലും ക്ലാസ്സിലെടുത്തതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓരോരുത്തരുടെ അടുത്ത് നമുക്ക് ഓരോ അറിവ് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ. അപ്പോൾ അംഗൻവാടിൻ്റെ പുറമേ ഉള്ളൊരു ലുക്കാണ് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പം പൈങ്കിളിത് അവിടെ ഇരിക്കുകയാണ്. പിന്നെ നമുക്കൊന്ന് ചെയറിലേക്ക് പോയിട്ട് ഇരിക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് സൈനൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വന്ന കുട്ടികളുടെയൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അംഗൻവാടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ക്ലാസ്സുകളൊക്കെ നടക്കും. പക്ഷേ പൈങ്കിളിക്ക് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീച്ചർ എത്തിയിട്ടുണ്ട് ക്ലാസ് എടുക്കുന്നത്. ജീവിതത്തിൽ വിജയിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ഒരാളെ ഞാൻ മോളെ വെട്ടി എടി ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലേ? ആ നമ്മുടെ സംസാര രീതി തന്നെ വ്യത്യാസമാണ്. ഗായ്സ്, അപ്പോൾ നമുക്ക് അംഗൻവാടി ടീച്ചറുള്ള ക്ലാസ് എടുത്ത് തരുന്നത് വേറൊരു ടീച്ചർ വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ടീച്ചർ മുമ്പും വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണല്ലോ ടീച്ചറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ കുറച്ച് ഗെയിംസിലൂടെയൊക്കെയാണ് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വാവാറ്റിനെ ടീച്ചർ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു ടാസ്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാവാറ്റി അത് എന്നെ കാണിച്ചു, ഞാൻ എൻ്റെ ഫ്രണ്ടിലെ കുട്ടീനെ കാണിച്ചു. അങ്ങനെ കാണിച്ച് ഫ്രണ്ടിലെത്തുമ്പോൾ ആ കാണിക്കൽ ഏത് രീതിയിലാണ് പോകുന്നത് നിങ്ങൾ നോക്കൂ ഗായ്സ്, നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആക്ച്വലി അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വല്ല ഊഹവും കിട്ടുന്നുണ്ടോ. അപ്പോൾ എന്തോ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പം പൈങ്കിളിനെ വിളിച്ചിട്ട് എന്താ സംഭവം പങ്കന് മനസ്സിലായ പോലെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പൈങ്കിളി 2 വലയും കൊടുത്ത് 2 സ്റ്റെപ്പ് സൈഡിലേക്ക് എടുത്തു. ആക്ച്വലി കാര്യം വേറെ ഒന്നല്ല, വെള്ളം കോരി ആ വെള്ളം മേത്തൊഴിച്ചു. അപ്പം നല്ല തണുത്തു, ഇത്രയാണ് കാര്യം. പക്ഷേ അത് ഫ്രണ്ടിലെത്തിയപ്പോഴേക്കും കാര്യം വേറെയായി. അപ്പം എന്താ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവൂലേ. അത് ഞാൻ ടീച്ചർ ഒരു പേപ്പർ തന്നിട്ട് ആ പേപ്പറിനകത്ത് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് എത്ര ഇൻഡ്യൂസ് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇൻഡ്യൂസ് ഇട്ടു. അപ്പം ഞാൻ ഫസ്റ്റ് ജയിച്ചു കേട്ടോ ഗായ്സ്. അപ്പം ഞാൻ അത് 103 ഇൻഡു ഇട്ടു. സെക്കൻഡ് ടൈം നോക്കിയപ്പോൾ ഞാൻ 112 ഇൻഡു ഇട്ടു. അപ്പം അതും ടീച്ചർ പറയുകയാണ്, നമ്മൾ മത്സരബുദ്ധിയോടെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നമുക്ക് ജയിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ക്ലാസ് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ലൈഫ് സ്റ്റൈലിനെ പറ്റി നമ്മൾ വീട്ടിൽ അനുസരിക്കേണ്ട കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറേണ്ടതും എങ്ങനെയാണ് എന്താണെന്നൊക്കെയുള്ള കാര്യം ചെറിയൊരു ക്ലാസ് നമുക്ക് വേണ്ട കുറച്ച് ബോധവൽക്കരണം ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ടെന്നാലും സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഒരു ബോറിംഗ് ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു ഗൈസ്.